Just let me be. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS. NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു അടിപൊളിയായിട്ടുള്ള CC നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടിട്ടുണ്ടാവും. ആ ഒരു CC നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു CC നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഒരു അടിപൊളി CC ആണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു CC തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും വൈപ്പിക്കേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് ഇതുപോലെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കുറക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, എല്ലാത്തിനും സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കാണ് നമുക്ക് ആ CC അപ്ലൈ ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഓരോ റെക്റ്റാങ്കിളായിട്ട് ആഡ് ചെയ്ത് തുടങ്ങാം. അതിന് ആദ്യം നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം നമ്മൾ ഇവിടെ ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കാം. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ഒതേഴ്സിൽ പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് വെക്കുക, എഫക്റ്റ് കോപ്പി ചെയ്ത് വെക്കുക. നമുക്കിത് എല്ലാ റെക്റ്റാങ്കിളിലും ആഡ് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ കോപ്പി ചെയ്ത് വെക്കുന്നത്. ശേഷം ബാക്ക് വരാം. വീണ്ടും നമ്മൾ ആഡ് എഫക്റ്റ് പോവുക, ബ്ലറ് പോയിട്ട് ഗൂഷ്യൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വാല്യൂ വന്ന് നമ്മളൊരു 0.410 സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് നമ്മളിവിടെ ഇൻവേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം അതിൽ എല്ലാ ഓപ്ഷനും ഓൺ ആക്കി ഇട്ട് കൊടുക്കുക. ശേഷം ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൽ സാച്ചുറേഷൻ വന്ന് -54 സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. വീണ്ടും ആഡ് എഫക്റ്റ് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് പോയിട്ട് ഫുള്ള് ബാക്ക് വരാം. ശേഷം ആ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് കോൺട്രാസ്റ്റിൽ ഓവർലേ കൊടുക്കുക. ശേഷം അതിൻ്റെ വാല്യൂ വന്ന് നമ്മളൊരു 50 ഒക്കെ ആക്കി കൊടുക്കാം. ഓക്കെ, ഒരു 50 ഒക്കെ സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം ഫിൽ സ്ക്രീൻ കൊടുക്കുക, എഫക്റ്റ് പോവുക, നേരത്തെ കോപ്പി ചെയ്ത് വെച്ച കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുക. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോയിട്ട് കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം അതിൽ എക്സ്പ്ലോഷർ വന്ന് നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, ഒരു 35 ഒക്കെ സെറ്റ് ചെയ്യുക. 0.35. ഓക്കെ, ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതൊന്ന് ഇതുപോലെ റൈറ്റിലേക്ക് വലിച്ചാൽ നമുക്ക് അതിൻ്റെ വാല്യൂ മാറുന്നതാണ്. അതിൻ്റെ വാല്യൂ ഒരു 26.4 സെറ്റ് ചെയ്യാം. കറക്റ്റായിട്ട് റൈറ്റിലേക്ക് മാത്രം ഒന്ന് വലിക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് നേരത്തെ കൊടുത്ത പോലെ കോൺട്രാസ്റ്റിൽ ഓവർലേ കൊടുക്കുക. ശേഷം അതിൻ്റെ വാല്യൂ ഒരു 30 ആക്കി സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. വീണ്ടും നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം ഫിൽ സ്ക്രീൻ കൊടുത്തിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം നമ്മൾ ആഡ് എഫക്റ്റ് പോവുക, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോയിട്ട് നമ്മളിവിടെ ഓക്കെ, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ഈ ഒരു എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. സ്ട്രെച്ച് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക.
ശേഷം അതിൽ ആംഗിൾ വന്ന് 0 ആക്കി കൊടുക്കുക. ശേഷം സ്ട്രെച്ച് വന്ന് നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, ഒരു 130. ഓക്കെ, ശേഷം ഓഫ്സെറ്റ് വന്ന് 0, ബാക്കിയൊക്കെ 0 തന്നെ, സ്മൂത്തിങ് 0 ആക്കി കൊടുക്കാം. ശേഷം നമ്മൾ അത് ആഡ് എഫക്റ്റ് പോയിട്ട് ബ്ലർ പോയിട്ട് ക്ലൂഷൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ വാല്യൂ വന്നൊരു 700, 0.700 സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് ലൈറ്റൺ കൊടുക്കുക. ശേഷം അതിൻ്റെ വാല്യൂ വന്ന് നമ്മളൊന്ന് ഒരു 80% ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും അതിൻ്റെ ഒരു ഡിഫറൻസ്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഒരു അടിപൊളി CC തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഇപ്പോൾ ചെയ്യുന്നത്. നമ്മളധികം CC ട്യൂട്ടോറിയലൊന്നും ചെയ്യാറില്ല, നമ്മൾ ചെയ്യാറുണ്ട്. ഒരു അടിപൊളി CC ട്യൂട്ടോറിയൽ ഒക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ ഈ ചാനലിൽ CC ട്യൂട്ടോറിയലായിട്ട് ചെയ്യാറുള്ളൂ. പിന്നെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് CCസും, പിന്നെ കുറേ ട്രാൻസിഷൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ 3 റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു റെക്റ്റാങ്കിളും കൂടി ആഡ് ചെയ്യുക. ശേഷം ഫിൽ സ്ക്രീൻ കൊടുത്തിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോയിട്ട് ബ്ലർ പോയിട്ട് ഷാർപ്പൻ ആഡ് ചെയ്യുക. ഷാർപ്പൻ ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമ്മളൊരു 0.60. ഓക്കെ, 60 സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. വേറെ ഒന്നും മാറ്റം വരുത്താനില്ല. ആ ഒരു ഷാർപ്പൻ എഫക്റ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. അതായത് ഷാർപ്പൻ എഫക്റ്റ് താഴേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം ഫിൽ സ്ക്രീൻ കൊടുക്കുക. ശേഷം നമ്മൾ അടുത്തൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോയിട്ട് നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, നമ്മളിവിടെ കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ബ്രൈറ്റ്നസ് വന്ന് ഒരു 35 ഒക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, കോൺട്രാസ്റ്റ് വന്നൊരു 40 സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോയിട്ട് കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സാച്ചുറേഷൻ ഫുള്ളായിട്ട് മൈനസ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആഡ് എഫക്റ്റ് പോവുക, ബ്ലർ പോയിട്ട് ഗൂഷ്യൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം അതിൻ്റെ വാല്യൂ വന്ന് നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്ത് ഒരു 0.550 സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് നമ്മളിവിടെ കോൺട്രാസ്റ്റ് പോയിട്ട് സോഫ്റ്റ് ഓവർലേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം അതിൻ്റെ വാല്യൂ ഒരു 50 ആക്കി സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. വീണ്ടും ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം എല്ലാ റെക്റ്റാങ്കിളും ഫസ്റ്റിലേക്കൊന്ന് സെറ്റ് ചെയ്യാൻ മതിയായി. ഓക്കെ, ശേഷം വീണ്ടും നമ്മളൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കാം. ഫിൽ സ്ക്രീൻ ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യുക. വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ഗ്രേഡിയൻ്റ് ഓവറിലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം കളർ 1 വന്ന് വൈറ്റും കളർ 2 വന്ന് ഈ ഒരു ബ്ലാക്ക്, അതായത് ഒരു ലൈറ്റ് ബ്ലാക്കും സെറ്റ് ചെയ്യുക. ശേഷം ബ്ലെൻഡിങ് മോഡ് മൾട്ടിപ്ലൈ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം എക്സ്പ്ലോഷർ വന്നൊരു 0.60 സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ബാക്ക് വരാം. എക്സ്പ്ലോഷർ 0.60 സെറ്റ് ചെയ്തതിന് ശേഷം ഗാമ വന്ന് നമ്മൾ
0.945 സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. വീണ്ടും ആഡ് എഫക്റ്റ് സോറി പിന്നെ ആഡ് എഫക്റ്റിലല്ല, വീണ്ടും ബാക്ക് വന്നിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് അതിൻ്റെ വാല്യൂ ഒരു 60 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം വീണ്ടും നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം ഫുള്ള് സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും എഫക്റ്റ് പോവുക, നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് പേസ്റ്റ് ചെയ്യുക. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോയിട്ട് ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, നമ്മളിവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് ഈ ഒരു ഓഫ്സെറ്റ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം അതിൻ്റെ എക്സ് വാല്യൂ നമ്മളൊരു -478 സെറ്റ് ചെയ്യാം. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, ബ്ലറ് പോയിട്ട് നമ്മളിവിടെ ഡയറക്ഷണൽ ബ്ലറ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിൻ്റെ വാല്യൂ വന്ന്, അതായത് സ്ട്രെങ്ത്ത് വന്ന് നമ്മളതിൻ്റെ 0.24 സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, നമ്മളിതിലേക്ക് ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ ലോ വന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്തിട്ട് 0.365 സെറ്റ് ചെയ്യാം. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ആ ഹൈ വന്ന് നമ്മളൊന്ന് ഡിക്രീസ് ചെയ്തതിന് ശേഷം ഒരു 0.840 സെറ്റ് ചെയ്യാം. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ താഴേക്ക് വന്നാൽ ഈ ഒരു വാല്യൂ ഒരു 0.499 സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, ബ്ലറ് പോയിട്ട് ബോക്സ് ബ്ലറ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ വാല്യൂ വന്ന് നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്തിട്ട് ഒരു 0.365 സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, 365 സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. ശേഷം ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് ലൈറ്റ് അണിൽ സ്ക്രീൻ കൊടുക്കുക. ശേഷം അതിൻ്റെ വാല്യൂ ഒരു 33 ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിളും കൂടി ആഡ് ചെയ്യുക. ശേഷം ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു സർക്കിളും കൂടി ആഡ് ചെയ്യുക. ശേഷം അത് ഈ ഒരു ഫിറ്റ് സ്ക്രീൻ കൊടുക്കാം. ഫിറ്റ് സ്ക്രീൻ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സർക്കിൾ സെലക്ട് ചെയ്ത് എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, ബ്ലറ് പോയിട്ട് ഗൂഷ്യൻ ബ്ലറ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നല്ലോണം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് മാസ്കിൽ ഈ ഒരു വാല്യൂ കൊടുക്കുക. ശേഷം ബാക്ക് വരാം. ശേഷം ആ ഒരു സർക്കിളും റെക്റ്റാങ്കിളും തമ്മിലൊന്ന് ഗ്രൂപ്പ് ചെയ്യുക. ശേഷം നമ്മൾ ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, എഫക്റ്റ് പോവുക, നേരത്തെ കോപ്പി ചെയ്ത് വെച്ച എഫക്റ്റ്, അതായത് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോയിട്ട് ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, ബ്ലറ് പോയിട്ട് ഗൂഷ്യൻ ബ്ലറ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വാല്യൂ വന്നൊരു 0.140 സെറ്റ് ചെയ്യുക. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, നമ്മളിവിടെ എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ എക്സ്പ്ലോഷർ വന്ന് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, ഒരു 45 ഒക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, 45 ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഗാമ വന്ന് നമ്മളൊന്ന് ഡിക്രീസ് ചെയ്തിട്ടൊരു 0.900 സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം
ബാക്ക് വരാം. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ സ്കെയിൽ വാല്യൂ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻക്രീസ് ചെയ്യുക. ആ സൈഡിലില്ല ആ ഒരു ബ്ലറാണ് ഇത്. നിങ്ങൾക്കിപ്പം ഡിക്രീസ് ചെയ്യുമ്പോൾ ഇതുപോലെ ബ്ലർ വരും. ആ ഒരു ബ്ലർ നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഒരു റെക്റ്റാങ്കിൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം ഒന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ശേഷം കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ആഡ് എഫക്റ്റ് പോയിട്ട് ഫ്ലിക്കർ എഫക്റ്റ്, അതായത് ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റിയിൽ ഈ ഒരു ഫ്ലിക്കർ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ ഫ്രീക്വൻസി ഫുള്ളാക്കി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. സ്ട്രെങ്ത്ത് വന്ന് നമുക്കൊന്ന് മൈനസ് ചെയ്തിട്ട് ഒരു 0.80 സെറ്റ് ചെയ്യാം. ഓക്കെ. ശേഷം സീഡ് വന്ന് ഫുള്ളായി ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ശേഷം ബാക്ക് വരാം. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ഗ്രേഡിയൻ്റ് ഓവർലേ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കളർ 1 വന്ന് വൈറ്റും കളർ 2 വന്ന് ബ്ലാക്ക് സെറ്റ് ചെയ്യുക. ശേഷം താഴേക്ക് വന്നിട്ട് മൾട്ടിപ്ലൈ കൊടുക്കുക. ബ്ലെൻഡിങ് മോഡ് മൾട്ടിപ്ലൈ കൊടുക്കുക. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ബ്രൈറ്റ്നെസ് ആൻഡ് കോൺട്രാസ്റ്റ് ആഡ് ചെയ്യുക. ബ്രൈറ്റ്നെസ് വന്ന് ഒരു -9 സെറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്രയും ലെയർ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 8 റെക്റ്റാങ്കിളും പിന്നെ ഒരു സർക്കിളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി CC ആണിത്. ഓക്കെ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫുള്ളൊന്ന്, അതായത് എല്ലാ ക്ലിപ്പിലേക്കും സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ CC എന്ന് പറയുന്നത്. കണ്ടില്ലേ, കാണുമ്പം തന്നെ കുറച്ചൊരു അടിപൊളിയായിട്ടുള്ളൊരു CC തന്നെയാണ്. നിങ്ങളുടെ MP4 സ്റ്റാറ്റസ് വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു CC ആണ്. ഒരു കുറച്ച് ഗ്ലോ ഒക്കെ ആയിട്ട് കുറച്ച് നിങ്ങളുടെ വീഡിയോക്ക് കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഒക്കെ നൽകുന്ന ഒരു CC ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.